എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് GCD കോയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാനുകളെ കുറിച്ച് സംസാരിക്കാനാണ്. ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നത് GCDയുടെ ഫൗണ്ടറായ ജയകുമാർ സാറാണ്. GCDയെ കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവർ താഴെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ GCDയുടെ 9ാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് IT ഇൻഡസ്ട്രിയാണ്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. IT ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നിരവധി തൊഴിൽ സാധ്യതയും അതുപോലെ തന്നെ നല്ലൊരു വരുമാനവും സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് IT ഇൻഡസ്ട്രി. ഇന്നത്തെ തലമുറകൾ കൂടുതലും IT മേഖലയിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ IT ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിൽ തന്നെ നിരവധി സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല പ്രസ്ഥാനങ്ങളുടെയും ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത് നമ്മുടെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മറ്റു ഭാഗങ്ങളിലും ഇരുന്നിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ഈ ഓൺലൈൻ സംവിധാനത്തോട് തന്നെ IT ഇൻഡസ്ട്രി ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു ടെക്നോളജി വികസിച്ചതിന്റെ ഭാഗമായിട്ട് അമേരിക്കയിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലും ചെയ്യുന്ന പല പ്രൊജക്ടുകളും നമുക്ക് അതായത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. അത് നമ്മുടെ കൊറോണ കാലഘട്ടത്തോടുകൂടി തന്നെ ഈ IT ഇൻഡസ്ട്രി പല ഓഫീസുകളും അവരുടെ ഓഫീസിൽ നിർത്തലാക്കിക്കൊണ്ട് അവരവരുടെ വീടുകളിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ അനുസരിച്ച് തന്നെ IT ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. നമുക്കറിയാം, വലിയ വലിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ അവരുടെ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത് മറ്റ് കമ്പനികളെ ഏൽപ്പിക്കുന്നതായിരിക്കും. അത്തരം വർക്കുകളെല്ലാം ചെയ്യുന്ന ഒരു മേഖലയായിട്ട് IT ഇൻഡസ്ട്രി മാറിയിരിക്കുകയാണ്. അത് അവർക്ക് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് അവർക്ക് വളരെയധികം നേട്ടം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് IT ഇൻഡസ്ട്രി പോലുള്ള ആ ഇൻഡസ്ട്രിയിലേക്ക് പല പല പ്രൊജക്ടുകളും വരുന്നത്. ഇന്ന് സോഫ്റ്റ്വെയർ രംഗത്ത് തന്നെ ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. AI ടൂൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജോലി ഭാരം കുറയ്ക്കുക എന്നുള്ള സിസ്റ്റത്തിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏത് തരത്തിലുള്ള അറിവിലേക്കും അല്ലെ ഏത് കാര്യം ചെയ്യാനും പ്രാപ്തമാകുന്ന രീതിയിലേക്കാണ് IT ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഭാഗത്തു നിന്നുള്ള ജോലിക്കാർക്ക് കൂടി കൂടുതൽ അവസരങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IT ഇൻഡസ്ട്രി കൂടി തുടങ്ങിയിരിക്കുന്നത്. GCD ടോക്കണിന്റെ 10ാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബിസിനസ് എല്ലാം തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തും അത് ഉപയോഗിക്കുന്ന കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. അപ്പൊ നമ്മുടെ പ്രൊജക്റ്റും അത്തരത്തിലായതുകൊണ്ട് തന്നെയാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ബിസിനസ് അത് ഏതെല്ലാം ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ അതിലേക്ക് കൈകൊടുത്തുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിലേക്കും നമുക്ക് നമ്മുടെ ബിസിനസ് വ്യാപിപ്പിക്കാൻ സാധിക്കും. അവിടുത്തെ ജനങ്ങൾക്കും അത് വലിയൊരു നേട്ടമായിരിക്കും. ഇപ്പൊ നമ്മുടെ GCD ടോക്കൺ ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്കും കൂടി ചെല്ലുമ്പോഴാണ് അവിടുത്തെ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുന്നത്. ഇപ്പൊ നമുക്കറിയാം, സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിലും അതുപോലെ നിരവധി തൊഴിൽ മേഖലകളും അതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ പല വ്യവസായങ്ങളും തുടങ്ങാൻ സാധിക്കും. എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് എനിക്ക് UAE-ലും അതുപോലെ ഖത്തർ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ മറ്റു രാജ്യങ്ങളിലും നമ്മുടെ എല്ലാ GCD മെമ്പേഴ്സും പല പല രാജ്യങ്ങളിലും ഉണ്ട്. കൂടാതെ നമ്മളുടെ ഈ ബിസിനസ് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ അറബ് കൺട്രീസിലുള്ള അറബികളും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാരും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്കാണ് നമ്മുടെ ബിസിനസ് പോകേണ്ടത്. അതുകൊണ്ട് 10ാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിലെ നമ്മുടെ ബിസിനസ് ആണ്. അപ്പം അത് പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ആ രാജ്യങ്ങളിലുള്ള ജനങ്ങൾക്ക് കൂടി നല്ല സേവനം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ പ്രൊജക്റ്റുകളൊക്കെ തന്നെ നമുക്ക് അവിടെയും സ്റ്റാർട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ ഇത്തരത്തില് ഒരു ബിസിനസ് ലോകത്ത് ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായിട്ട് മാറ്റിക്കൊണ്ട് ലോക ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മേഖലകളും കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ. 10ാമത്തെ പ്രൊജക്റ്റും നമ്മൾ അത്തരത്തിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ പ്രസ്ഥാനം ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പ്രസ്ഥാനമായിട്ട് മാറുകയും ഇന്ന് നിലവിൽ നമ്മുടെ കൈവശം വെച്ചിരിക്കുന്ന ടോക്കണിന്റെ വാല്യൂ തന്നെ ഏറ്റവും വലിയ മൂല്യമുള്ള ഒരു ടോക്കണായിട്ട് മാറുകയും ചെയ്യും. ഇന്ന് ബിറ്റ്കോയിൻ ആണ് ഏറ്റവും കൂടുതൽ മൂല്യം ഉണ്ടെങ്കിൽ അവർക്ക് ട്രേഡിങ്ങിലൂടെ മാത്രം കിട്ടുന്ന വരുമാനമാണ്. പക്ഷെ നമ്മുടെ GCD ടോക്കൺ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഗ്യാസ് ഫീസും കൂടാണ്ട് തന്നെ നമ്മുടെ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന ലാഭവിധവും അതുപോലുള്ള വരുമാന സാധ്യതകളും വർദ്ധിക്കുന്നതോടെ തന്നെ GCDക്ക് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഒരു ടോക്കണായിട്ട് മാറുകയും ചെയ്യും.